ഞങ്ങള് ഗോവയിലുള്ളത്, ഗോവയിലെ വാഗേറ്റർ ബീച്ചാണ് കാണാൻ പോകുന്നത് അല്ലേ. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇപ്പൊ സമയം 6:30 മണി. ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഡ്ഗോണിൽ ഗോവയിൽ എത്തിക്കുന്നു. ഗോവയിൽ 4 മണിക്ക് എത്തിക്കുന്നു പുലർച്ചെ. ഇത് നമ്മളെ താമസിക്കുന്ന ഹോട്ടൽ ഇതാണ്. അപ്പൊ ഇനി ഇവിടെ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് പൂരി മസാലയും കഴിച്ചിട്ട് ഇവിടുത്തെ നോർത്ത് ഗോവ ഒന്ന് കാണാൻ പോകണം. സൗത്ത് ഗോവ മുൻപ് ഞാൻ കണ്ടതാണ്. ഇത് നമ്മളിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് പോലോന്റെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ബസ് എത്തി. ഞങ്ങളൊരു ഏകദേശം ഒരു 45ഓളം ആളുകളുണ്ട് ഇതില്. അപ്പൊ ഇനി അങ്ങനെ ഞങ്ങള് ഗോവയ്ക്ക് നോർത്ത് ഗോവ കാണാൻ പോവുകയാണ്. കംപ്ലീറ്റ് ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് ഇത് തിരിച്ചുവിടെത്തും. ഇവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു പാലാണ്. ഈ പാലത്തിന്റെ പേരാണ് അടൽ സേതു. ഇത് ഗോവയിലെ പനാജിക്കും പോർവോവിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കേബിൾ സ്റ്റേ പാലാണ്. അടൽ സേതു എന്ന് പറയും ഇതിന്. ഇവിടെ ഒരു നദി ഉണ്ട്, മണ്ടോവി നദി. പിന്നെ അതിന്റെ മുകളിലൂടെ നാഷണൽ ഹൈവേ 66 കടന്നു പോകുന്ന ഇത് 3.2 കിലോമീറ്റർ നീളമുള്ളതാണ്. ഇത് ഇന്ത്യയിലെ 4ാമത്തെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലാണ്. ഇതിന് 30 മീറ്റർ ഉയരമുള്ളതിനാൽ ഇതിൽ ഇരുചക്ര വാഹനങ്ങള്, പിന്നെ മുച്ചക്ര വാഹനങ്ങള്, പിന്നെ നമ്മുടെ കാളവണ്ടികള്, ഇതൊക്കെ ഇതിൽ പ്രവേശിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. പിന്നെ 2019 ഫെബ്രുവരി 5-നാണ് ഇത് ഔദ്യോഗികമായിട്ട് തുറന്നത്, ആ പാലം. അപ്പൊ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവാം. ഈ പാലം രാത്രിയിൽ ട്രെയിനിൽ വരുന്ന സമയത്ത് കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുള്ള നല്ല ബ്ലൂ കളറിലൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതിന്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് എൻ്റെ ഒരു ഡൽഹി ടു കാലിക്കറ്റ് യാത്രയിൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അത് മുമ്പ് കാണാം. ഇവിടെ നമ്മളൊരു ബോട്ട് ക്രൂയിസ് ഉണ്ട്. ഏറ്റവും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും ലാസ്റ്റാണ് ഇതിലുള്ള ഒരു ബോട്ട് ക്രൂയിസ് ഉള്ളത്. അത് നല്ല അടിപൊളി ബോട്ട് ക്രൂയിസ് ആണ്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇനി രാത്രി തിരിച്ചെത്തണം. ഈ വണ്ടിയിൽ തന്നെ ഈ ബസ്സിൽ തന്നെയാണ് തിരിച്ച് എത്തുക. ഇനി ഇതിന്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ചയാണ് കേബിൾ സ്റ്റഡ് പാലം. നമ്മളെ കാശ്മീരിൽ ശ്രീനഗറിൽ ഇപ്പൊ ഇതേപോലെ ഒരു വലിയൊരു കേബിൾ സ്റ്റേ പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. ബസ്സിലൊരു ഗോവൻ പിന്നെ ആളുണ്ട്, ഗൈഡ്. ഏകദേശം 60 വയസ്സുണ്ട് പുള്ളിക്കാരന്. ഇതിൽ മൊത്തം ഹിന്ദി യാത്രക്കാരാണ്. ഹിന്ദിയിലാണ് കംപ്ലീറ്റ് വരെ വർത്തമാനങ്ങളുള്ളത്. ഗോവന്റെ തലസ്ഥാനാണല്ലോ പനാജി. ആ പനാജി ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗം. നോർത്ത് ഭാഗം എന്ന് പറഞ്ഞാൽ പനാജി, പിന്നെ സൗത്ത് ഭാഗം ഉണ്ട്. സൗത്ത് എന്ന് പറഞ്ഞാൽ ഓൾഡ് പിന്നെ ഗോവന്റെ ഒരു ഭാഗമാണ്. ഇതൊരു ന്യൂ ഗോവന്റെ ഒരു ഭാഗമാണ് ഈ പനാജി ഭാഗം. നമ്മുടെ ടൂർ ഗൈഡ് എത്താനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഈ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗൈഡ് പിന്നെ 40 മിനിറ്റാ സമയം തന്നിട്ടുള്ളത്. ഏത് ബീച്ചിന്റെ പുറത്തും ഇതേപോലെ കുറെ കടകളുണ്ടാവും. വാഗേറ്റർ ബീച്ച് ഉണ്ടല്ലേ, അപ്പൊ ആ ഒരു ബീച്ചിലേക്ക് ഇവിടുന്ന് ബസ് നിർത്തിയിട്ട് പാർക്കിംഗ് ഉണ്ട്, കുറച്ച് അങ്ങോട്ടേക്ക് പോണം. അപ്പൊ ഇനി നമ്മള് അങ്ങോട്ടേക്ക് പോവാണ്. ഈ കംപ്ലീറ്റ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണിത്. ഇതിൽ കൂടി അങ്ങനെ നടന്നിട്ട് കുറെ കടന്റെ സൈഡിൽ കൂടെ ഒക്കെ വേണം പോവാന്. പലവിധ കച്ചവടക്കാരുണ്ട്. മോൾക്കൊരു ഇളനീര് കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി മടങ്ങി വരുന്ന സമയത്ത് എരിഞ്ഞൊരു ഇളനീര് കുടിക്കണം. ഇവിടെ കുറെ ശംഖ് കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അങ്ങ് ദൂരെ കണ്ടില്ലേ, അവിടെയാണ് നമ്മുടെ ബീച്ച് ചെയ്യുന്നത്. ഇവിടെയാണ് കടകളൊക്കെ നിൽക്കുന്ന ഭാഗങ്ങൾ. ഈ സൈഡിൽ കൂടി അങ്ങനെ പോണം. അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോള്. ഞങ്ങള് ഗോവയിലെ വാഗേറ്റർ ബീച്ച് കാണാൻ പോവാണ്. ഇത് ഒരുപാട് താഴ്ചയിലാണ് ഈ ബീച്ച് നിൽക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ ഉയരത്തിൽ നിൽക്കുന്നതാണ്. ഇതിന്റെ ഒരു സൈഡിലേക്ക് ഒരു വഴിയുണ്ട് താഴേക്ക് ഇറങ്ങാൻ. അപ്പൊ ഞാൻ താഴേക്ക് ഇറങ്ങുന്നില്ല, വഴി ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇത് ഈ ഗോവ സംസ്ഥാനത്തെ ബർഡസ് താലൂക്ക് ഉണ്ട്. ആ താലൂക്കിൽ ഒരു ബീച്ചാണ് ഈ വാഗേറ്റർ ബീച്ച്. മോർജിം പട്ടണത്തിൽ നിന്ന് ചാപ്പോറ നദിക്ക് കുറുകെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഈ വെള്ളത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഈ കറുത്ത പാറക്കെട്ടുകളുള്ള ഈ വാഗേറ്റർ ബീച്ച്
ഗോവയിൽ തന്നെ ഏറ്റവും വൃത്തിയുള്ള ബീച്ചുകളിൽ ഒന്നാണ്. ഈ വാഗേറ്റർ ബീച്ചിനെ 3 പ്രധാന ബീച്ചിലായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മളിപ്പോ കടൽത്തീര ഹെഡ്ലാൻഡ് പറയും, ഇപ്പൊ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത ഭാഗം, പിന്നെ ഇവിടെ ട്രിങ്കറ്റുകളുള്ള ഒരു ഭാഗമുണ്ട്, വസ്ത്രങ്ങള്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ വിൽക്കുന്ന കടകള്, ഇങ്ങനെ പിന്നെ ലഘുഭക്ഷണങ്ങളൊക്കെ ഉള്ള, ഇപ്പൊ ഇങ്ങനെയൊക്കെ 3 ഭാഗമായിട്ടാണ് ഈ ഒരു തീരത്തിന് ഈ ബീച്ചിനെ ഇതാക്കിയിട്ടുള്ളത്. സാധാരണ ബീച്ച് എന്ന് പറഞ്ഞാല് നേരെ താഴ്ന്നിട്ട് ഒരേ ഭാഗമായിരിക്കുമല്ലേ, ഇത് നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ബീച്ച് ഇങ്ങനെ കടലിങ്ങനെ നല്ല ഉഷാറായിട്ട് ഇങ്ങനെ കാണാം, കുറെ പാറക്കെട്ടുകളും മറ്റുമൊക്കെ ആയിട്ടില്ലേ. ഇതിന്റെ താഴേക്ക് പോകുന്നവരുണ്ട്. ആകെ 40 മിനിറ്റാണ് സമയം തന്നെ. എനിക്ക് പൊതുവെ ബീച്ചിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ ഇവിടെ വന്നപ്പോ ഈ ബീച്ചൊക്കെ ഒന്ന് കാണാൻ നിരക്കാണ് ഇവിടെ വന്നുള്ളത്. ഇതന്നെ ശ്രദ്ധിക്കണം ഇവിടെ വരുന്ന സമയത്ത്, കാരണം ഇതിലേക്ക് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ താഴേക്ക് അങ്ങോട്ട് വീണു പോകും നമ്മള്. ഈ ഭാഗം ബീച്ചിന് നമ്മൾ അഭിമുഖമായി നിൽക്കുന്ന സമയത്ത് ഇതിന്റെ വലതുഭാഗത്തുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്. പിന്നെ കുറെ പച്ചപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതിങ്ങനെ വന്നിട്ട് ഇതിലേ ഇങ്ങനെ വന്ന് ഇവിടെ കുറെ പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് പാറക്കെട്ടും കാര്യങ്ങളൊക്കെ. ഇതാണ് ഇതിന്റെ ഹൈറ്റ് ഉണ്ടല്ലേ, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഇത് വേറൊരു ഭാഗം. പിന്നെ മറ്റേ ഹൈ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ട്. മറ്റേ ഇംഗ്ലീഷുകാർ കുളിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എവിടെ വന്നാലും കുളി ഉണ്ടാവുമല്ലോ. അപ്പൊ താഴേക്ക് പോകണമെങ്കിൽ ചില ആളുകളൊക്കെ നമ്മൾ ബസ്സിലുള്ളവരൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്. ഞാൻ പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല, വെള്ളത്തിൽ ഇറങ്ങാൻ വലിയ താല്പര്യമില്ല മോൾക്കൊന്നും. അപ്പൊ പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടുന്ന് മോളിന്ന് കാണുക എന്നുള്ള ആൾക്ക് മാത്രം അങ്ങനെ ഇവിടെ വന്നാണ്. ഞങ്ങൾക്ക് ഇളനീരൊക്കെ കുടിക്കണം പോകുന്ന സമയത്ത്, അതാണ് അവൾക്ക് തിരക്ക്, ഇളനീര് കുടിക്കാനുള്ള തിരക്കുള്ളത്. ഇതാണ് ബീച്ചിന്റെ ഭാഗങ്ങള്. അപ്പൊ നോർത്ത് ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ബീച്ച് കാണണം, വാഗേറ്റർ ബീച്ച്. കുറെ ഫോട്ടോ എടുക്കലും മറ്റവരൊക്കെ ഉണ്ട് ഇവിടെ, ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഇപ്പൊ സമയം 1:15. പിന്നെ ഈ ഒരു വലതുഭാഗത്താണ് ആളുകൾ കൂടുതലുള്ളത്. ഏകദേശം നമ്മളെ ഗോവ റെയിൽവേ സ്റ്റേഷൻ സെൻട്രൽ ഭാഗത്തുനിന്ന് ഇവിടേക്ക് 2 മണിക്കൂറോളം യാത്രാ ദൂരം തന്നെ ഉണ്ട് ഈ ഒരു നോർത്ത് ഗോവയിലേക്ക്. അപ്പൊ ഇനി ഞങ്ങള് ഇതിന്റെ ഇടയിൽ കൂടി തിരിച്ച് വന്നിട്ട് ഇതിന്റെ നമ്മുടെ നേരത്തെ കണ്ടില്ല താഴ്ഭാഗം, ആ താഴ്ഭാഗത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുള്ള ഭാഗമാണിത്. ഇതിലേ അങ്ങനെ ഇറങ്ങി പോയിട്ട് താഴെ ബീച്ചിലേക്ക് എത്താം. അവിടെ നല്ല സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ മറ്റേ ഭാഗത്തേക്ക് പോവാം. ഗോവയിൽ ഇളനീര് കുടിക്കുക 70 ഉറുപ്പ്യാണ് ഇളനീരിന്. अच्छा है, एक बस അവിടെയാണ് ബീച്ച്. അപ്പൊ ഞങ്ങള് വാഗേറ്റർ ബീച്ചിൽ നിന്ന് മടങ്ങി പോവാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.